കന്യകാമേരിയുടെ ജനനം. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ ജനനത്തെ പറ്റിയുള്ള ഒരറിവിലേക്കാണ് അമ്മ കഥ ഇന്ന് നിങ്ങളെ അവരെയും സ്വാഗതം ചെയ്യുന്നത്. യേശുവിൽ പ്രിയരെ, അമ്മയെക്കുറിച്ചുള്ള ഈ അറിവുകൾ അമ്മയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ലഭിക്കുവാനായിട്ട് നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യണമെന്ന് വിനീതമായി ഈശോയുടെ നാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. അമ്മയുടെ ജനനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ സമയം അന്നയുടെ മുറിയുടെ പുറത്തുനിന്ന് ഒരു കരച്ചിൽ കേൾക്കാം, ഒരു മണിപ്രാവിൻ്റെ കൂജനം പോലെ. അതേസമയം ഒരു വലിയ മഴവില്ല് ആകാശത്തിൽ വിലങ്ങനെ അർദ്ധവൃത്താകൃതിയിൽ വിരിഞ്ഞു നിൽക്കുന്നു. ഹെർമോൺ മല സൂര്യനെ തൊട്ടാണ് നിൽക്കുന്നത്. മലയുടെ മുകളിൽ നിന്ന് ഉയരുന്നതായി തോന്നുന്നു. മലയ്ക്ക് ഇളം ചുവപ്പായ വെൺകൽ പോലെയുള്ള ശോഭയുണ്ട്. സെപ്റ്റംബർ മാസത്തിലെ നല്ല തെളിവുള്ള ആകാശം. എല്ലാ മാലിന്യങ്ങളും നീങ്ങി ശുദ്ധീകരിക്കപ്പെട്ട അന്തരീക്ഷത്തിൽ മഴവില്ല് ഉയർന്ന് ഗലീല കുന്നുകളും സമതലവും കടന്ന് അതിൻ്റെ മറ്റേ അറ്റം അങ്ങ് ദൂരെയുള്ള ചക്രവാളത്തിൽ തങ്ങി നിൽക്കുന്നത് പോലെ ഒരു വലിയ പർവ്വതനിരയുടെ പിന്നിൽ മറഞ്ഞു പോകുന്നു. ഇതുപോലെ നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല. നോക്കിക്കേ, ഇത് ഇസ്രായേലിലെ മുഴുവൻ ഒരു വലിയ വൃത്തത്തിനുള്ളിലാക്കിയതുപോലെയുണ്ട്. നോക്കൂ, സൂര്യൻ അസ്തമിച്ചെങ്കിലും നേരത്തെ തന്നെ ആകാശത്തിൽ ഒരു നക്ഷത്രം. എന്തൊരു നക്ഷത്രം! ഒരു വലിയ വജ്രം പോലെ അത് പ്രകാശിക്കുന്നു. ചന്ദ്രനെയും നോക്കൂ, പൂർണ്ണചന്ദ്രൻ. 3 ദിവസം മുൻപ് തന്നെ പൂർണ്ണചന്ദ്രൻ. നോക്കൂ, എന്തൊരു ഭംഗിയുള്ള പ്രകാശം! സ്ത്രീകൾ സന്തോഷത്തോടെ നല്ല ശരീരപുഷ്ടിയുള്ള ഒരു ശിശുവിനെ തുണികളിൽ പൊതിഞ്ഞു കൊണ്ടുവരുന്നു. അത് മേരിയാണ്, നമ്മുടെ അമ്മ മേരി. വളരെ ചെറിയ മേരി, ഒരു ബാലികയുടെ കൈകളിൽ ഉറങ്ങുവാൻ കഴിയുന്ന മേരി. കൂടിയാൽ ഒരു കൈത്തണ്ടിൻ്റെ നീളമുണ്ടായിരിക്കും. ഇളം റോസ് കലർന്ന ദന്തവർണ്ണമുള്ള ശിരസ്. അവളുടെ ചുവപ്പായ ഇളം ചുണ്ടുകൾ കരയുന്നില്ല. പ്രകൃത്യാലുള്ള നുണച്ചിലിൽ വ്യാപൃതരായിരിക്കുന്നു. എങ്ങനെ പാൽ കുടിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചു പോകത്തക്ക വിധം അവളുടെ വായ് അത്ര ചെറുതാണ്. നല്ല വൃത്താകൃതിയിലുള്ള മനോഹരമായ കവിൾത്തടങ്ങൾ, അവയ്ക്കിടയിൽ സുന്ദരമായ നാസിക. അവർ ഇക്കിളിയിട്ട് കണ്ണു തുറപ്പിക്കുന്നു. നിർമ്മലമായ 2 നീല പൊട്ടുകൾ നോക്കുന്നുണ്ടെങ്കിലും ഒന്നും കാണുന്നില്ല. മനോഹരമായ കൺപീലികൾ, നല്ലപോലെ ഉരുണ്ട് തലയിൽ ഇളം ചുവപ്പ് കലർന്ന സ്വർണ്ണ നിറമുള്ള മുടി. അവളുടെ ചെവികൾ 2 ചിപ്പികൾ പോലെ, പ്രകാശം കടന്നുവരുന്ന ഭംഗിയേറിയ ചിപ്പികൾ. അവളുടെ കൈകളോ മുകളിലേക്ക് നീട്ടി ഇളക്കിക്കൊണ്ടിരിക്കുന്നു. ആ 2 കൈകളും അവസാനം വായുവിൽ ചെന്നു പറ്റുന്നു. ചുരുട്ടി വച്ചിരിക്കുന്ന കൈകൾ പച്ചക്കവചം ഭേദിച്ച് മെല്ലെ വിടരുന്ന റോസാമുട്ടു പോലെയുണ്ട്. കൈകൾ തുറക്കുമ്പോൾ ഇപ്പോൾ അത് തുറന്നിരിക്കുന്നു. ദന്തനിർമ്മിതമായ ആഭരണങ്ങൾ പോലെ ഇരിക്കുന്നു. അവയുടെ ചുവപ്പാർന്ന നഖങ്ങൾ ഒരുതരം മാണിക്യക്കല്ല് പോലെ. ഈ കുഞ്ഞു കരങ്ങൾ എങ്ങനെ ധാരാളമായി ഒഴുകാനിരിക്കുന്ന കണ്ണുനീർ തുടച്ചു മാറ്റും. അവളുടെ കുഞ്ഞു പാദങ്ങൾ ഇപ്പോൾ തുണിക്കെട്ടിനകത്ത് ചവിട്ടും തൊഴിയുമാണ്. ഇപ്പോൾ അവരുടെ ബന്ധുവായ സ്ത്രീ ഇരുന്ന് കുഞ്ഞിൻ്റെ തുണികൾ അഴിച്ചു മാറ്റുകയാണ്. ആ ചെറിയ പാദങ്ങൾ 4 സെന്റിമീറ്റർ നീളം കാണും. കാലിൻ്റെ ഉപ്പുറ്റി പവിഴച്ചിപ്പി പോലെ പാദത്തിൻ്റെ മുകൾ ഭാഗം മഞ്ഞിൻ്റെ വെണ്മയിൽ നീലിമയാർന്ന ധമനികളോടുകൂടെ. അവളുടെ കാൽവിരലുകൾ ശില്പകലാ വൈദഗ്ധ്യത്തിൻ്റെ നേട്ടങ്ങൾ. അവയുടെ അഗ്രം ചുവപ്പാർന്ന മാണിക്യപ്പൊട്ടുപോലെ.
ഈ ചെറിയ പാദങ്ങൾക്ക് ചേരുന്ന ചെരുപ്പ് എവിടെ കിട്ടും? ഈ ചെറുപാദങ്ങൾ ഇത്ര ദൂരം എങ്ങനെ സഞ്ചരിക്കും? കുരിശിൻ്റെ കീഴെ ഇത്ര ഭാരമേറിയ വേദന എങ്ങനെ താങ്ങും? എന്നാൽ ഇപ്പോൾ അതൊന്നും അറിയുന്നില്ല. നോക്കി നിൽക്കുന്നവർ അവളുടെ ചവിട്ടുകണ്ട് ചിരിക്കുന്നു. വടിവൊത്ത കാലുകൾ, ചെറുതെങ്കിലും മാംസലമായ തുടകൾ, വളയങ്ങളും ചുഴികളുമുള്ള തുടകൾ, ഒരു ചെറിയ കപ്പ് കമിഴ്ത്തി വച്ചിരിക്കുന്നത് പോലെയുള്ള ഉദരം, ഒരു കുറ്റവുമില്ലാത്ത എല്ലാം തികഞ്ഞ ഒരു നെഞ്ച്, സിൽക്ക് പോലെ മൃദുലമായ മാറിടത്തിലെ ത്വക്കിന് കീഴെ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നതിൻ്റെ ചലനം കാണാം. അവളുടെ പിതാവ് ഇപ്പോൾ ചെയ്യുന്നത് പോലെ ചുംബനത്തിനായി അതരങ്ങൾ അങ്ങോട്ടടിപ്പിക്കുകയാണെങ്കിൽ അവളുടെ കുഞ്ഞു ചങ്കടിപ്പ് കേൾക്കാം. ലോകം അറിയുന്ന ഏറ്റവും മനോഹരമായ കുഞ്ഞു ചങ്ക് ഇതാണ്. ജന്മപാപരഹിതമായ അമലയായ ഏക മനുഷ്യഹൃദയം. പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന മഹത്വം വായിക്കൂ. ദൈവത്തിൻ്റെ കരവേലകളുടെ ആരംഭത്തിൽ തന്നെ ഞാനുണ്ടായിരുന്നു. ആദ്യം മുതൽ സൃഷ്ടികർമ്മത്തിന് മുൻപ് തന്നെ ഞാനുണ്ടായിരുന്നു. അനാദി മുതലേ ഞാനുണ്ടായിരുന്നു. എന്നെ രൂപപ്പെടുത്തിയിരുന്ന ഭൂമി ഉണ്ടാകുന്നതിന് മുൻപ്, ആഴങ്ങൾ ഉത്ഭവിക്കുന്നതിന് മുൻപ് ഞാനുണ്ടായിരുന്നു. ഞാൻ ജന്മത്തിലേക്ക് വന്നപ്പോൾ അരുവികൾ ജലം പുറപ്പെടുവിച്ചിരുന്നില്ല. പർവ്വതങ്ങൾ അവയുടെ ബൃഹത്തായ ഉടലോടുകൂടി ഉയർന്നു വന്നിട്ടില്ല. കുന്നുകൾ സൂര്യപ്രകാശത്തിൽ മിന്നിത്തിളങ്ങുന്ന ആഭരണങ്ങളായിരുന്നില്ല. ദൈവം ഭൂമിയെ ഉരുവാക്കിയില്ല, എന്നാൽ ഞാനുണ്ടായിരുന്നു. ദൈവം ആകാശങ്ങളെ ഒരുക്കിയപ്പോൾ ഞാനുണ്ടായിരുന്നു. മാറ്റമില്ലാത്ത നിയമങ്ങളാൽ അഗാധമായ ഉപരിതലങ്ങൾക്ക് കീഴെ അടിച്ചപ്പോൾ, ആകാശത്തെ ഉറപ്പിച്ചു നിർത്തിയപ്പോൾ, വെള്ളത്തിൻ്റെ ഉറവുകളെ താങ്ങി നിർത്തിയപ്പോൾ, സമുദ്രത്തിന് അവിടുന്ന് അതിർത്തി നിശ്ചയിച്ച് ജലത്തിന് അതിൻ്റെ നിയമങ്ങൾ കൊടുത്തപ്പോൾ, കരയെ ആക്രമിക്കാതിരിക്കുവാൻ ജലത്തിന് ആജ്ഞ നൽകിയപ്പോൾ, ഭൂമിയുടെ അടിസ്ഥാനത്തിൽ പാകിയപ്പോൾ, ഞാൻ എല്ലാം ക്രമപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ്റെ സാന്നിധ്യത്തിൽ സന്തോഷത്തോടുകൂടെ എപ്പോഴും ഞാൻ കളിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾ ഈ വാക്കുകൾ ജ്ഞാനത്തെക്കുറിച്ചാണെന്ന് കരുതുന്നു, എന്നാൽ ഇവ അവളെക്കുറിച്ചാണ് പറയുന്നത്. സുന്ദരിയായ അമ്മ, പരിശുദ്ധയായ അമ്മ, ജ്ഞാനം തന്നെയായ അമ്മ, കന്യകയായ എൻ്റെ അമ്മ, ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന എൻ്റെ അമ്മ. ഈശോ പറയുന്ന കാര്യങ്ങളാണിത്. ഏകവും ത്രിത്വവുമായ ദൈവത്തിൻ്റെ നിരന്തരവും പൂർണ്ണവും അഗാധവുമായ ആനന്ദത്തിൻ്റെ കാരണം ഇവൾ തന്നെ. ദൈവം മനുഷ്യനെ ഭരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. എന്നാൽ മനുഷ്യരിൽ നിന്നും ലഭിക്കുന്നത് ദുഃഖത്തിനുള്ള അനേകം കാരണങ്ങളാണ്. ആദ്യത്തെ പരീക്ഷണത്തിൽ മനുഷ്യവംശം തന്നെ നാശത്തിന് അർഹമായിരുന്നിട്ടും പാപപ്പൊറുതി ലഭിച്ചതിൻ്റെയും മനുഷ്യവംശം നിലനിർത്തുന്നതിൻ്റെയും കാരണങ്ങൾ ഇവൾ തന്നെ. തന്നെ സ്നേഹിക്കുന്ന മേരി ഉണ്ടായിരിക്കുവാൻ തന്നെ, അവൾക്കു വേണ്ടി മനുഷ്യനെ സൃഷ്ടിക്കുവാനും അവനെ നിലനിർത്തുവാനും പാപപ്പൊറുതി കൽപ്പിക്കുവാനും തക്കവണ്ണം അവൾ അത്ര വിലപ്പെട്ടവളാണ്. മനോഹരിയായ കന്യക, പരിശുദ്ധയായ കന്യക, പ്രിയങ്കരിയായ പുത്രി, ഏറ്റവും നിർമ്മലമായ അമ്മ, സ്നേഹമുള്ള മണവാട്ടി. ദൈവം നിങ്ങൾക്ക് എത്രയധികം തന്നു, ഇതിലും കൂടുതലും തരുമായിരുന്നു എൻ്റെ ആനന്ദവിഷയമായ ഈ സൃഷ്ടിക്കു വേണ്ടി. തൻ്റെ സൂര്യൻ്റെ സൂര്യൻ, തൻ്റെ പൂവാടിയിലെ പുഷ്പം, ഇവളെ സ്വന്തമാക്കേണ്ടതിന് അവൻ തുടർന്നും നിങ്ങൾക്ക് ധാരാളം നൽകുന്നു. അവൾ നിമിത്തം, അവളുടെ യാചനപ്രകാരം, അവളുടെ സന്തോഷത്തിനായി, കാരണം അവളുടെ ആനന്ദം ദൈവത്തിൻ്റെ ആനന്ദത്തിലേക്ക് ഒഴുകുന്നു, അതിനെ വർദ്ധിപ്പിക്കുന്നു. പറുദീസായിലെ വലിയ പ്രകാശത്തെ മിന്നൽ കൊണ്ട് വർധനമാക്കി നിറയ്ക്കുന്നു. ഓരോ മിന്നലും പ്രഭയേറിയ തീപ്പൊരി പോലെയാണ്. അവ ഓരോന്നും പ്രപഞ്ചത്തിന് ഓരോ കൃപാവരമാണ്, മനുഷ്യർക്ക് അനുഗ്രഹമാണ്, ഭാഗ്യപ്പെട്ട ആത്മാക്കൾക്കുള്ള വരദാനമാണ്. അവയ്ക്ക് ഹല്ലേലൂയ പാടിക്കൊണ്ട് സന്തോഷപൂർവ്വം അവർ ഉത്തരം പറയുന്നു. ഇങ്ങനെ ഉത്ഭുതമാകുന്ന ഓരോ അത്ഭുതത്തിനും നിദാനം പരിശുദ്ധ കന്യകയാണ്. അവളുടെ പ്രഭയേറിയ പുഞ്ചിരിയാകുന്ന മിന്നൽ കാണുവാനുള്ള പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ആഗ്രഹത്താലാണ് ഈ അത്ഭുതങ്ങളെല്ലാം ചെയ്യുന്നത്. അവിടുത്തെ നന്മയ്ക്ക് അതിരില്ലാത്തതുകൊണ്ട്, അവിടുത്തെ നന്മ നിത്യമായതുകൊണ്ട്
പാപമുണ്ടാകുന്നതിന് മുൻപ് തന്നെ പാപത്തെ എങ്ങനെ തുടച്ചു മാറ്റാം എന്ന് ചിന്തിച്ചു. ഞാൻ വചനമാകുന്ന ഞാനായിരുന്നു അതിനുള്ള ഏകമാർഗം. രക്ഷയ്ക്കുള്ള ഉപകരണമായ എന്നെ അതിന് പ്രാപ്തനാക്കിയത് മേരിയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ പരമ മനസ്സിൽ കന്യക സൃഷ്ടിക്കപ്പെട്ടു. എല്ലാം പിതാവിൻ്റെ പ്രിയപുത്രനായ എനിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു. ദൈവമായ എൻ്റെ രാജകീയ പദവിക്ക് എല്ലാം അനുയോജ്യമായിരിക്കുന്നു. അതിനാൽ ഒരു കൊട്ടാരത്തിലും ഇല്ലാത്ത തരം ശ്രേഷ്ഠമായ പരവധാനികളും രത്നങ്ങളും സംഗീതവും പരിചാരകരും ശുശ്രൂഷകരും പൂക്കളും അലങ്കാരങ്ങളും ദൈവത്തിൻ്റെ ചിന്തയിൽ വരാൻ പാടുള്ള എല്ലാ പദവിയും മഹാത്മ്യവും ദയാവായ്പും നൽകണമായിരുന്നു. എന്നാൽ ഞാൻ മാംസവും അതുപോലെ തന്നെ അരൂപിയും ആകേണ്ടതാണ്. മാംസത്തെ രക്ഷിക്കുവാൻ മാംസം, മാംസത്തെ ഉദാത്തമാക്കുവാൻ മാംസം. അതിൻ്റെ സമയത്തിന് അനേകം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അതിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകേണ്ടിയിരുന്നു. കാരണം അരൂപി വസിക്കുന്ന ശരീരമാണ് ദൈവത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ സൃഷ്ടി. സ്വർഗം നേരത്തെ സൃഷ്ടിച്ചത് അതിനുവേണ്ടിയാണ്. മാംസമായി തീരുന്നതിന് എനിക്കൊരു അമ്മയെ വേണമായിരുന്നു. ദൈവമാകുന്നതിന് എൻ്റെ പിതാവ് ദൈവമാകേണ്ടതും ആവശ്യമായിരുന്നു. നിന്റെ പുഞ്ചിരി ഈ സ്വർഗീയ സഭ നിറഞ്ഞു നൽകട്ടെ. ദേവദൂതന്മാർക്ക് അവരുടെ സംഗീതത്തിൻ്റെ ആദ്യസ്വരം നൽകൂ. സ്വർഗീയമായ താളലയം പറുദീസയിൽ പഠിപ്പിക്കൂ. ഞാൻ നിന്നെ നോക്കുകയാണ്. നീ എങ്ങനെയായിരിക്കുമോ അത് ഞാൻ കാണുന്നു. നിർമ്മലമായ സ്ത്രീ, പാപരഹിതയായവളെ, ഇപ്പോൾ അരൂപി മാത്രമായിരിക്കുന്നവളെ, ഞാൻ നിന്നെ നോക്കിക്കൊണ്ട് നിന്റെ കണ്ണുകളുടെ നീലിമ ആകാശവിധാനത്തിനും സമുദ്രത്തിനും നൽകുന്നു. പരിശുദ്ധമായ ധ്യാനത്തിന് നിന്റെ മുടിയുടെ നിറം ഞാൻ കൊടുക്കുന്നു. ലില്ലിപ്പൂക്കൾക്ക് ധാവള്യവും റോസാപ്പൂക്കൾക്ക് റോസ് നിറവും കൊടുക്കുന്നു. അവ നിന്റെ ത്വക്കിന്റെ നിറമാണ്. നിന്റെ ചെറിയ പല്ലുകൾ നോക്കിയാണ് ഞാൻ മുത്തുകൾ രൂപപ്പെടുത്തിയത്. നിന്റെ അധരങ്ങൾ നോക്കിയാണ് ഞാൻ സ്ട്രോബെറി സൃഷ്ടിച്ചത്. രാക്കുയിലിന് നിന്റെ സ്വരമാധുരിയാണ് ഞാൻ നൽകിയത്. അരിപ്രാവിന് നിന്റെ കരച്ചിലും നിന്റെ ഭാവി വിചാരങ്ങളും നിന്റെ ഹൃദയത്തിന്റെ സ്പന്ദനങ്ങളും കണ്ടിട്ടാണ് സൃഷ്ടികർമ്മത്തിന് ഞാൻ രൂപം നൽകിയത്. എൻ്റെ ആനന്ദമേ വരൂ, ലോകങ്ങളെല്ലാം നിന്റെ കളിപ്പാട്ടമാക്കിക്കൊള്ളൂ. എൻ്റെ ചിന്തയിൽ നടമാടുന്ന പ്രകാശമേ, ലോകം മുഴുവൻ നിന്റെ പുഞ്ചിരിയാകട്ടെ. നിന്റെ മുടിയിലും കഴുത്തിലും അണിയുവാൻ നക്ഷത്രങ്ങളുണ്ടായിരിക്കട്ടെ. ചന്ദ്രൻ നിന്റെ മൃദുലമായ പാദങ്ങൾക്ക് കീഴിലായിരിക്കട്ടെ. നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും നിനക്ക് വേണ്ടി, നക്ഷത്ര സമൂഹം നിനക്ക് ഒരു സ്കാർഫായി തീരട്ടെ. വന്ന് പുഷ്പങ്ങളെ നോക്കി ആനന്ദിക്കൂ. അവ നിന്റെ ശിശുവിന് സന്തോഷം നൽകട്ടെ. നിന്റെ ഉദരബലമായ പുത്രന് ഒരു തലയണയായിരിക്കട്ടെ. വന്ന് ആടുകളെയും അവയുടെ കുട്ടികളെയും കാണുക. കഴുകന്മാരെയും പ്രാക്കളെയും സൃഷ്ടിക്കുന്നത് വന്ന് കാണുക. സമുദ്രഗർത്തങ്ങളും നദികളും ആഴമേറിയ ചാലുകളും സൃഷ്ടിക്കുമ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുക. ഞാൻ പർവ്വതനിരകളെ ഉയർത്തുമ്പോൾ, അവയെ വാനങ്ങൾ കൊണ്ടും മഞ്ഞുകൊണ്ടും അലങ്കരിക്കുമ്പോൾ, ചെടികളും വൃക്ഷങ്ങളും വള്ളികളും ഒലിവുമരങ്ങളും നിനക്കായി ഞാൻ വിതച്ചു കിളിർപ്പിക്കുമ്പോൾ എൻ്റെ അരികെ നീ നിൽക്കുക. ഞാൻ മുന്തിരിവള്ളി നടുമ്പോൾ എൻ്റെ മുന്തിരി ശാഖയെ നീ, ദിവ്യകാരുണ്യത്തിൻ്റെ മുന്തിരിക്കുലകൾ വഹിക്കുവാനുള്ള നീ എൻ്റെ അരികിൽ നിൽക്കുക. എൻ്റെ സൗന്ദര്യമേ, നീ ഓടുക, പറക്കുക, നീ ആനന്ദിക്കുക. എൻ്റെ സ്നേഹമേ, മണിക്കൂറുകളായി സൃഷ്ടിക്കപ്പെട്ട ഈ പ്രപഞ്ചം എന്നെ സ്നേഹിക്കേണ്ടത് എങ്ങനെയെന്ന് നിന്നിൽ നിന്നും പഠിക്കട്ടെ. ദൈവം സൃഷ്ടാവായ പിതാവ് സ്നേഹത്തിൻ്റെ അത്യുദാത്തമായ നിയമത്തോടു കൂടെയാണ് പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ചത്. അതിൻ്റെ പൂർണ്ണത നിങ്ങൾക്ക് ഇനി മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. അത്രയ്ക്ക് പൂർണ്ണമായ ദൈവത്തിൻ്റെ നിയമം നൽകിയിരുന്നു. പിശാച് മനുഷ്യനെ പഠിപ്പിച്ചില്ലായിരുന്നെങ്കിൽ മനുഷ്യവംശം എങ്ങനെ ഉണ്ടാകുമായിരുന്നു എന്ന് ചിന്തിച്ച് നിങ്ങൾ അത്ഭുതത്തിൽ ആണ്ടുപോകുമായിരുന്നു. പിശാചിനാൽ ദുഷിപ്പിക്കപ്പെട്ട സ്ത്രീക്കും പുരുഷനുമെതിരെ ദൈവം സ്ത്രീയിൽ നിന്നും ജാതനായ ഒരു മനുഷ്യനെ നിയോഗിച്ചു. ഈ സ്ത്രീയെ ദൈവം അത്യുദാത്തമായ ഒരു നിലയിലേക്ക് ഉയർത്തി. പുരുഷനെ കൂടാതെ ഉൽപാദനം നടക്കുന്ന നിലയിലേക്ക് ഉയർത്തി. വിത്തിന്റെ ആവശ്യമില്ലാതെ ഒരു പുഷ്പത്തെ വിരിയിക്കുന്ന പുഷ്പം. ദൈവിക സൂര്യന്റെ ഈ പ്രത്യേക ചുംബനത്താൽ നിർമ്മല ലില്ലിയായ മേരിയുടെ ശരീരമാകുന്ന കാസയിൽ നിന്ന് പുഷ്പം വിരിയുന്നു. ദൈവത്തിന്റെ പ്രതികാരം. അവൾ ഭൂമിയിലേക്ക് വരുമ്പോൾ നിന്റെ വിദ്വേഷം കൊണ്ട് നീ അവളെ ചുറ്റിക്കൊള്ളൂ. സാത്താനെ,
ഈ ശിശു നിന്നെ തകർത്തിരിക്കുന്നു. വിധേയത്വമില്ലാത്തവനും സത്യത്തെ വളച്ചൊടിക്കുന്നവനും എല്ലാം ദുഷിപ്പിക്കുന്നവനുമായ നിന്നെ അവൾ തോൽപ്പിച്ചിരിക്കുന്നു. നിന്റെ മേൽ അവൾ വിജയം നേടിയിരിക്കുന്നു. ഒരുങ്ങി നിൽക്കുന്ന 1000 സൈന്യങ്ങൾ നിന്റെ ശക്തിക്കെതിരെ ഒന്നുമല്ല. നിന്റെ ചെതുമ്പലുകൾക്ക് മുമ്പിൽ അവരുടെ ആയുധങ്ങൾ ഒന്നുമല്ല. നിന്റെ ദുർഗന്ധത്തെ നീക്കുവാൻ ഒരു കാറ്റിനും കഴിയുകയില്ല. എന്നാൽ ഈ ശിശു തൻ്റെ മൃദുലമായ സിൽക്കിനേക്കാൾ മൃദുലമായ റോസാദളം പോലെ മനോഹരവും അതിനേർമയുള്ളതും വളരെ ചെറുതുമായ കുതികാൽ കൊണ്ട് ഒട്ടും ഭയം കൂടാതെ നിന്റെ തലയെ ചവിട്ടി ഞെരിക്കുകയും നിന്റെ മാളത്തിലേക്ക് നിന്നെ തിരികെ അയക്കുകയും ചെയ്യും. സൈന്യങ്ങളെ തന്നെയും ഭയപ്പെടാതെ നീ അവളുടെ കരച്ചിൽ കേട്ട് ഓടിമറയുന്നു. നിന്റെ ദുർഗന്ധം കൊണ്ടും മലിനമാക്കപ്പെട്ട ലോകത്തെ അവളുടെ ശ്വാസം ശുദ്ധീകരിക്കുന്നു. നീ പരാജിതനാകപ്പെട്ടിരിക്കുന്നു. അവളുടെ നാമം, അവളുടെ നോട്ടം, അവളുടെ പരിശുദ്ധി ഇവയെല്ലാം നിന്റെ നേർക്കുള്ള കുന്തവും ഇടിവാളുമാണ്. നിന്നെ നശിപ്പിച്ച് ലോകത്തിലെ നിന്റെ ഗുഹയിൽ നിന്നെ ബന്ധിതനാക്കുന്നു. സൃഷ്ടിക്കപ്പെട്ട എല്ലാ മനുഷ്യരുടെയും പിതാവാകുവാനുള്ള സന്തോഷം നഷ്ടപ്പെടുത്തിയ ശപിക്കപ്പെട്ടവനെ, ഇപ്പോൾ മുതൽ അവളെ സ്നേഹിക്കുന്നവരെല്ലാം ദൈവത്തിൻ്റെ സ്വന്തമായിരിക്കുന്നു. ഇപ്പോൾ മുതൽ അവളെ സ്നേഹിക്കുന്നവരെല്ലാം ദൈവത്തിൻ്റെ സ്വന്തമായിരിക്കുന്നു. ഇപ്പോൾ മുതൽ അവളെ സ്നേഹിക്കുന്നവരെല്ലാം ദൈവത്തിൻ്റെ സ്വന്തമായിരിക്കുന്നു. അവളുടെ കളങ്കരഹിതമായ പരിശുദ്ധിയെ നോക്കി നിന്റെ പ്രലോഭനങ്ങളെ ജയിക്കുന്നു. ഇപ്പോൾ മുതൽ മാതാക്കൾക്ക് ഗർഭധാരണം വേദനയുള്ളതായിരുന്നെങ്കിലും അവളുടെ ആശ്വാസം ലഭിക്കും. ഇപ്പോൾ മുതൽ അവൾ വിവാഹിതരായ സ്ത്രീകളുടെ മാർഗദർശിയും മരിക്കുന്നവരുടെ അമ്മയുമായിരിക്കും. ശപിക്കപ്പെട്ട നിനക്കെതിരായും ദൈവകോപത്തിനെതിരെയും അവരെ മറയ്ക്കുന്ന ഒരു പരിചയായിരിക്കും അവളുടെ വഷസ്. ഇവിടെ വിശ്രമിച്ചു മരിക്കുന്നത് എത്രയോ മാധുര്യം നിറഞ്ഞതായിരിക്കും. അങ്ങനെ തൻ്റെ പുത്രന്റെ ജനനം പുരുഷന്റെ ഒരു വിശുദ്ധമായ ആലിംഗനത്താൽ നിന്നാകാതെ ദൈവത്തിൻ്റെ ആശ്ലേഷത്തിന്റെ ഫലമായി സംഭവിച്ചു. അരൂപിയുടെ തന്നെ നിറം മാറത്തക്ക വിധം അത്ര ശക്തമായ സ്നേഹ പാരമ്യത്തിലാണ് അത് സംഭവിച്ചത്. അവരുടെ ശരീരത്തിൽ കന്യകാത്വമുണ്ട്, എന്നാൽ അരൂപിയിൽ അതില്ലാതെ പലവിധ ചിന്തകളാലും മാനുഷികമായ ആകർഷണങ്ങളെ വച്ചുപുലർത്തുന്നതിനാലും ആത്മാവിൽ കന്യകാത്വം പാലിക്കാത്തവരുടെ കന്യകാത്വം എന്താണ്? അതൊരു കപട കന്യകാത്വമാണ്. അത് തീരെ നിസ്സാരമാണ്. ദൈവത്തിനായി മാത്രം ജീവിക്കുന്ന കന്യാമഠത്തിൽ ഏകാന്തതയിൽ ജീവിക്കുന്ന ഒരു കന്യകയുടെ കന്യാത്വം എന്താണ്? അത് വളരെ ഉയർന്നതാണ്. എന്നാൽ എൻ്റെ അമ്മയുടെ കന്യകാത്വത്തോട് തുലനം ചെയ്യുമ്പോൾ അത് ഒരിക്കലും പരിപൂർണ കന്യകാത്വമായില്ല. എന്നിരുന്നാലും ഏറ്റവും വിശുദ്ധ ജീവിതം നയിക്കുന്നവരിൽ പോലും അരൂപിയും തിന്മയും തമ്മിലുള്ള ബന്ധമുണ്ട്. ജ്ഞാനസ്നാനമാണ് അത് ലയിപ്പിച്ചു കളയുന്നത്. എന്നാൽ ഭർത്താവിന്റെ മരണത്താൽ ഒരുവളിൽ സംഭവിക്കുന്നത് പോലെ ആദ്യമാതാപിതാക്കളിൽ പാപത്തിന് മുമ്പുണ്ടായിരുന്ന കന്യാത്വത്തിന്റെ പൂർണ്ണത അവർക്ക് നൽകുന്നില്ല. മുറിവിന്റെ കല അവിടെ അവശേഷിക്കും, വേദനിപ്പിക്കുകയും അതിനെ ഓർക്കുവാൻ ഇടയാക്കുകയും ചെയ്യുന്നു. ചില രോഗാണുക്കൾ ശരീരത്തിലുള്ളതുകൊണ്ട് രോഗം തീർത്ത് മാറാത്ത ഇടയ്ക്കിടെ ആവർത്തിക്കുന്നത് പോലെ ആ മുറിവ് ഒരു വ്രണമായി തീരുവാനും ഇടയാകുന്നു. കന്യകാമാതാവിൽ ഈ ബന്ധനത്തിന്റെ ഒരു അടയാളം പോലുമില്ല. അവളുടെ ആത്മാവ് എല്ലാ കൃപാവരങ്ങളും കൊണ്ട് നിറച്ച് പിതാവ് അവളെ രൂപപ്പെടുത്തിയതുപോലെ തന്നെ സുന്ദരവും പൂർണ്ണമായി കാണപ്പെടുന്നു. അവൾ ഗർഭം ധരിക്കപ്പെട്ടത് അങ്ങനെ, ജനിച്ചത് അങ്ങനെ, ജീവിച്ചത് അങ്ങനെ, നിത്യമായിട്ട് അങ്ങനെ. അവളാണ് കന്യക. അവളുടെ പരിശുദ്ധിയുടെ കൃപാവരത്തിന്റെ ഉച്ചകോടി ദുർഗ്രഹമായിരിക്കുന്നു. അവ ഉയർന്നു വന്ന മഹാഗർത്തത്തിൽ ദൈവത്തിൽ അവ പ്രത്യക്ഷമാകുന്നു. ഏറ്റവും അഗ്രാഹ്യനും ഏറ്റവും പരിശുദ്ധനും കൃപകളുടെ പൂർണ്ണതയുമായ ദൈവത്തിൽ. ഇതാണ് ഏകവും ത്രിത്വവുമായ ദൈവത്തിന്റെ പ്രതികാരം. അശുദ്ധമാക്കപ്പെട്ട സൃഷ്ടികൾക്കെതിരെ ഈ നക്ഷത്രത്തെ അവിടുന്ന് പൂർണ്ണതയിലേക്ക് ഉയർത്തുന്നു. ആകൃതിയില്ലാത്ത ജിജ്ഞാസയ്ക്കെതിരെ വിനീതനായ ലജ്ജാശീലമായ ദൈവത്തെ സ്നേഹിക്കുന്നതിൽ മാത്രം തൃപ്തി കണ്ടെത്തുന്ന ഈ കന്യകയെ ഉയർത്തുന്നു. തിന്മയുടെ ശാസ്ത്രത്തിനെതിരെ നിഷ്കളങ്കമായ അതിവിശിഷ്ടമായ ഈ കന്യകയെ ഉയർത്തുന്നു. പര്യാപ്തമായ സ്നേഹം എന്തെന്ന് അവൾ അറിഞ്ഞിട്ടില്ല. വിവാഹിതർക്ക് ദൈവം നൽകിയിരിക്കുന്ന സ്നേഹം എന്താണെന്ന് അവൾ അറിഞ്ഞിട്ടില്ല. ദൈവം അവൾക്ക് നൽകിയ ദാനങ്ങൾ
ദൈവം അവൾക്ക് വലിയ ദാനങ്ങൾ നൽകി, കൂടുതൽ വരങ്ങൾ നൽകി. പാപത്തിന്റെ പിന്തുടർച്ചാവകാശമായ ഉത്തേജനങ്ങൾ അവൾക്കില്ലായിരുന്നു. അവളിൽ മഞ്ഞുകട്ട പോലെ കട്ടിയുള്ളതും എന്നാൽ തീകട്ട പോലെ ചൂടും ധാവള്യവും കലർന്നിരിക്കുന്നതുമായ ദൈവിക സ്നേഹത്തിന്റെ ജ്ഞാനം നിറഞ്ഞിരുന്നു. മാംസത്തെ മഞ്ഞുകട്ട കൊണ്ട് ശക്തിപ്പെടുത്തുന്ന ഒരു അഗ്നി, സ്വർഗീയ സിംഹാസനത്തിങ്കൽ സ്ഫടികതുല്യമായ ഒരു ശരീരം. എന്നാൽ ദൈവത്തെ പോലെ തന്നെ അവൾ പാപരാഹിത്യം ഉള്ളവളായിരുന്നു. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ ജനനത്തെപ്പറ്റി ആണ് നമ്മൾ ഇന്നത്തെ അമ്മക്കഥയിൽ നമ്മൾ കേട്ടത്. പരിശുദ്ധ അമ്മ ജനിച്ചപ്പോൾ എങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെയാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. അതിനുശേഷം ഈശോ പറയുന്ന കാര്യങ്ങളാണ് കുറച്ച് വിശദമായിട്ട് നമ്മൾ കേട്ടത്. ഈശോ അതിൽ പറയുന്ന അനേകം കാര്യങ്ങളുണ്ട്. എല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. സ്വന്തം അമ്മയെ സംബന്ധിച്ച് തമ്പുരാൻ തരുന്ന അറിവിനേക്കാൾ വലിയൊരു അറിവ് ഈ ലോകത്തിലില്ലാത്തതുകൊണ്ട് തമ്പുരാനെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ പരിശുദ്ധ മറിയത്തെ സ്വന്തം അമ്മയായി കാണുവാനും സ്വീകരിക്കുവാനും നമുക്ക് സാധിക്കണം. ഈശോ പറയുന്ന ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കാം. ഈശോ പറയാണ്, ഇപ്പോൾ മുതൽ അവളെ സ്നേഹിക്കുന്നവരെല്ലാം ദൈവത്തിൻ്റെ സ്വന്തമായിരിക്കും. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്വന്തമാവുക എന്ന് പറയുന്നതിൻ്റെ മറ്റൊരർത്ഥം യേശുവിൻ്റെ സ്വന്തമായിരുന്ന പരിശുദ്ധ മറിയത്തെ കൂടി സ്വന്തമാക്കുക എന്നുള്ളത്. അത് കാൽവരിയിലെ ക്രൂശുമരണത്തിൻ്റെ ഈ ലോകത്തോട് വിട പറയുന്നതിന് മുമ്പ് തൻ്റെ പ്രിയ ശിഷ്യനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. തൻ്റെ അമ്മയ്ക്ക് ശിഷ്യന്മാരെയും ഏൽപ്പിച്ചു കൊടുക്കുക. യേശുവിൻ്റെ ഈ ഭൂമിയിലെ സ്വത്ത് എന്ന് പറയുന്നത് അമ്മയാണ്. പിന്നത്തെ സ്വത്ത് എന്ന് പറയുന്നത് യേശുവിൻ്റെ ശിഷ്യഗണങ്ങളാണ്. യേശു ചങ്കോട് ചേർത്ത് പിടിച്ച തൻ്റെ പ്രിയ ശിഷ്യന്മാർ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ, അവരെ അമ്മയ്ക്കും ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അവന് സ്വന്തമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ അമ്മ എന്ന് പറയും, പരിശുദ്ധ അമ്മ എന്ന് പറയും. അപ്പം അമ്മയെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ജീവിതം ഇത് ക്രിസ്ത്യാനിക്കില്ല. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനിയെ ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു ജീവിതം പരിശുദ്ധ അമ്മയ്ക്കുമില്ല. അമ്മയുടെ അന്നും ഇന്നും ഉള്ള പ്രാർത്ഥനകളെല്ലാം ക്രിസ്ത്യാനികളെല്ലാം ദൈവത്തിൻ്റെ പൂർണ്ണതയിലായിരിക്കണമെന്നാണ്. അവൻ പറയുന്നത് പോലെ ജീവിക്കുന്നവരായി മാറണം എന്നാണ്. അതുകൊണ്ട് അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിലേക്ക് നമ്മൾക്ക് ഏവർക്കും പ്രവേശിക്കാം. അമ്മയുടെ പ്രാർത്ഥനയിലേക്ക് എല്ലാ ക്രിസ്ത്യാനികളെയും, എല്ലാ മക്കളെയും, ലോകത്തിൻ്റെ എല്ലാ മക്കളും ദൈവത്തിൻ്റെതായി തീരുവാൻ ആഗ്രഹിക്കുകയാണ്. അമ്മ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ മക്കൾ നഷ്ടപ്പെട്ട അമ്മമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അമ്മ നഷ്ടപ്പെട്ട മക്കളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ മക്കൾ നഷ്ടപ്പെട്ട ഒരമ്മയുടെ വേദനയോടെ പ്രാർത്ഥിക്കുന്ന ഒരമ്മയാണ് പരിശുദ്ധ അമ്മ. അപ്പം അതുകൊണ്ട് നമ്മുടെ അമ്മയുടെ പക്കലേക്ക് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പക്കലേക്ക്, യേശുവിൻ്റെ പക്കലേക്ക് എല്ലാവരും വരണമെന്ന് ഈശോയും അമ്മയും ഒക്കെ ആഗ്രഹിക്കുകയാണ്. ഈശോയുടെ ആഗ്രഹത്തിനപ്പുറം ഒരാഗ്രഹം പരിശുദ്ധ അമ്മയ്ക്കില്ല. അതുകൊണ്ട് തന്നെ എല്ലാ മക്കളിലേക്കും അമ്മയെക്കുറിച്ചുള്ള ഈ അറിവ് എത്തുവാനും അമ്മയോട് ആഴമായ ഒരു സ്നേഹം നിലനിൽക്കുവാനും അതുവഴി ദൈവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഒരു മാതൃകയും മധ്യസ്ഥവുമായ ഒരു പൂർണ്ണതയിലേക്ക് പരിശുദ്ധ അമ്മ വഴി പ്രവേശിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് അമ്മയുടെ ഈ അറിവ് എല്ലാവർക്കും എത്തുവാനായിട്ട് നിങ്ങളത് ഷെയർ ചെയ്യേണ്ടതുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ സഹായവും നിങ്ങളുടെ സഹകരണങ്ങളൊക്കെ ഈ അമ്മക്കഥയുടെ ഈ പരമ്പര മുന്നോട്ട് പോകുന്നതിന് ആവശ്യമുണ്ട്. നിങ്ങളെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.